അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, മർഹബൻ ബിക്കും ജമീഅൻ. പരീക്ഷ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, പെട്ടെന്ന് തീർക്കും. പരീക്ഷയ്ക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പാഠത്തിൻ്റെ ബാക്കിലും ജംഅ വൽ മുഫ്രദ് അല്ലെങ്കിൽ മുഫ്രദ് വൽ ജംഅ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒരു പെട്ടി, ഒരു ബോക്സ്. അവിടെ നിന്ന് പരീക്ഷയ്ക്ക് ഇടക്കിടക്ക് ചോദ്യം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുതെന്നറിയോ? നെവർ മൈൻഡ് ആക്കി ഒഴിവാക്കി കളയരുത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം ഓടിച്ചു പോവുക. ജസ്റ്റ് 1-2 വട്ടം വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് നമ്മുടെ മൈൻഡിൽ റീഡാവും, നമുക്ക് അവിടെ കിട്ടും. നോക്ക്, മർക്കബ്. മർക്കബ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാഹനം. ഓക്കെ, വാഹനം. മർക്കബ് എന്നതിൻ്റെ ജംആണ് മറാക്കിബ് അല്ലെങ്കിൽ മർക്കബാത്ത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തായിട്ട് ഖത്തർ. ഖത്തറും ജമ്മ് അഖ്ത്വാർ. എന്താണ് ഖത്തർ എന്ന് പറഞ്ഞാൽ? ഖത്തർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഖത്തർ എന്ന് വെച്ചാൽ അപകടങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അഖ്ത്വാർ എന്ന് പറഞ്ഞാൽ ഖത്തർ അപകടം, അഖ്ത്വാർ അപകടങ്ങൾ. ഐന് എന്ന് വെച്ചാൽ കണ്ണ്, അരുവി എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ ജമാഅണ് ഉയൂന് അല്ലെങ്കിൽ ആയുന്. താലീം എന്ന് വെച്ചാൽ നിയമം, നിയമം. താലീമാത്ത് എന്ന് വെച്ചാൽ നിയമങ്ങൾ. ഓക്കെ, ഈ 4 ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി കുറച്ച് മുഫ്രദ് ജമായിലേക്ക് കടക്കാണ്. നോക്ക്, ജദർ. ജദർ എന്ന് വെച്ചാൽ വേര് എന്നൊക്കെയാണ് അർത്ഥം. ജദറും ജമ ജുദൂർ. അൽഫ് എന്ന് വെച്ചാൽ 1000, ആലാഫ് ആയിരക്കണക്കിന്. കൗന് എന്ന് വെച്ചാൽ പ്രപഞ്ചം. എന്താ കൗന് എന്ന് വെച്ചാൽ? പ്രപഞ്ചം. അക്വാൻ പ്രപഞ്ചങ്ങൾ. തിഫുൽ എന്ന് വെച്ചാൽ ചെറിയ കുട്ടിക്കാണ് തിഫുൽ എന്ന് പറയാം. അത്ഫാൽ എന്ന് വെച്ചാൽ കുട്ടികൾ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ജദറും ജമ ജുദൂർ, അൽഫുൻ ജമ ആലാഫ്, കൗനുൻ ജമ അക്വാന്, തിഫുലുൻ ജമ അത്ഫാല്. അടുത്തത് നോക്കാം, ബലദ്. ബലദ് എന്ന് വെച്ചാൽ നാട്, രാജ്യം എന്നൊക്കെയാണ് അർത്ഥം. ബലദുൻ ജമ ബിലാദ്, രാജ്യങ്ങൾ. സ്വൈറുൻ ജമ സിയാർ. സ്വൈർ എന്ന് വെച്ചാൽ ചെറുത്, സിയാർ എന്ന് വെച്ചാൽ ഒരുപാട് ചെറുത്. അതിന്റെ ജമാണ്. സ്വദീഖ് എന്ന് വെച്ചാൽ കൂട്ടുകാരൻ, അസ്തിഖ എന്ന് വെച്ചാൽ കൂട്ടുകാർ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ വീഡിയോ 2-3 വട്ടം കാണും. അർത്ഥം നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളോട് ഒന്നെങ്കിൽ ജമാ തന്നിട്ട് മുഫ്രദ് കണ്ടെത്താൻ പറയും, അല്ലെങ്കിൽ മുഫ്രദ് തന്നിട്ട് ജമാ കണ്ടെത്താൻ പറയും. ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒരു 2-3 പ്രാവശ്യം ഈ വീഡിയോ ജസ്റ്റ് കണ്ടാൽ മതി. വെറും 2-3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ള വീഡിയോ ആയിരിക്കും ഇത്. ഒരു 2-3 പ്രാവശ്യം കാണുക. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് അത്രമാത്രം 2-3 പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡിൽ ഇത് ബൂസ്റ്റ് ആവും, ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്യുക? ഒന്നുകൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം. മർക്കബുൻ ജം മറാക്കിബ്, ഖത്തറുൻ ജം അഖ്ത്വാർ, ഐനുൻ ജം ഉയൂന്, താലീമുൻ ജം താലീമാത്ത്, ജദറുൻ ജം ജുദൂർ, അൽഫുൻ ജം ആലാഫ്, കൗനുൻ ജം അക്വാന്, തിഫ്ലുൻ ജം അത്ഫാല്, ബലദുൻ ജം ബിലാദ്, സ്വൈറുൻ ജം സിയാർ, സ്വദീഖുൻ ജം അസ്തിഖാ. ഇത്രയും വാക്കുകൾ ജസ്റ്റ് ഒരു 10-12 വാക്കുകളേ ഉള്ളൂ. ജംഉം മുഫ്രദ്. ഇത് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. 5-6 പാഠഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. 1-2 മാർക്കിനുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. നെവർ മൈൻഡ് ആയി കളയരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മാസലാം.